ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് CPO സ്പെഷ്യൽ ടോപ്പിക് സെഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോർഷനാണ് BNS. എന്താണ്? ഭാരതീയ ന്യായ സംഹിത. നമുക്കറിയാം CPOയുടെ 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു പോർഷനാണ് ഭാരതീയ ന്യായ സംഹിത 2023. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് 1860 ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് BNS. IPCയെ മാറ്റി BNS ആക്കി 2023 എന്ത് ചെയ്തു? ബില്ല് അവതരിപ്പിച്ചു. നമുക്ക് പഠിക്കാം. 4 മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. റെഡി? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിത 2023. ഈ ബില്ല് പ്രധാനമായിട്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11-നാണ്. 2023 ഓഗസ്റ്റ് 11-ന് അവതരിപ്പിച്ചത്. ഓക്കെ, ആരാണ്? അമിത്ഷാ. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച അമിത്ഷാ. അതിനുശേഷം ആദ്യ ബില്ല് പിൻവലിക്കുകയും 2023 ഡിസംബർ 12-നാണ് റദ്ദാക്കിയത്. 12-ന് തന്നെ പുതിയ ബില്ല് എന്ത് ചെയ്തു? അവതരിപ്പിക്കുകയും ചെയ്തു. പുതുക്കിയ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം കണ്ടോ, ആ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? 2023 ഡിസംബർ 20-നാണ് ഈ പുതുക്കിയ ബില്ല് എന്ത് ചെയ്തത്? ലോക്സഭ പാസ്സാക്കിയത്. അതിനുശേഷം 2023 ഡിസംബർ 21-ന് രാജ്യസഭ പാസ്സാക്കുന്നു. 2023 ഡിസംബർ 5-ന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. അതിനുശേഷം ഈ നിയമം നിലവിൽ വന്നത് 2023 ജൂലൈ 1-നാണ്. ഈ നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയ ഡേറ്റ്, രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ്, രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ്, അതിനുശേഷം ഇത് നിലവിൽ വന്ന തീയതി കൂടെ പഠിക്കുക. ഈ നിയമം മാത്രമല്ല ആ ദിവസങ്ങളിൽ നിലവിൽ വന്നത്. ഏത് നിയമം വന്നു? നമുക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS-ഉം അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധിനിയം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമുള്ള BSAയും അന്ന് തന്നെ നിലവിൽ വന്നു. അങ്ങനെ 3 നിയമങ്ങളാണ് ഒരേ ദിവസം നിലവിൽ വന്നത്. നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കറിയാം ഈ ബില്ല് ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് അതിനു മുമ്പ് ഇതിന് എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. നമുക്ക് നോക്കാം. BNS-ൻ്റെ ഘടനയിൽ 358 സെക്ഷനുകളാണ്. 358. IPC ആയിരുന്നപ്പോൾ ഇത് 511 ആയിരുന്നു. അതിനുശേഷം ഇതിലെ ചാപ്റ്റേഴ്സ് അധ്യായങ്ങളുടെ എണ്ണം 20 ആണ്. IPC-യിലാണെങ്കിൽ 23 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ലാണ്ടോ 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായാണ് എന്തുകൊണ്ടുവന്നത്? ഭാരതീയ ന്യായ സംഹിത. ഇനി നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് സെക്ഷൻ 1 എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ചുരുക്കപ്പേരും വ്യാപ്തി പ്രാരംഭം. വ്യാപ്തി പ്രാരംഭം അല്ലെങ്കിൽ ചുരുക്കപ്പേര് പ്രാരംഭവും പ്രയോഗക്ഷമതയും, അത് വ്യാപ്തിയുടെ അർത്ഥമാണ്. എന്താണ് ചുരുക്കപ്പേര്? ഇത് ഭാരതീയ ന്യായ സംഹിത 2023 എന്നറിയപ്പെടുന്നു. എന്താണ് വ്യാപ്തി അല്ലെങ്കിൽ പ്രയോഗക്ഷമത എന്ന് പറഞ്ഞാൽ ഈ നിയമം ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിലുണ്ട്. എന്താണ് പ്രാരംഭം എന്ന് ചോദിച്ചാൽ ഈ നിയമം 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലുണ്ട്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഓരോ ഡെഫിനിഷൻസിലേക്ക് പോവുകയാണ്. ഡെഫിനിഷൻ ശ്രദ്ധയോടെ എൻ്റെ കൂടെ ചേർന്ന് പഠിക്കുക. ഫസ്റ്റ് സെക്ഷൻ 2 ക്ലോസ് 3 ആണ്. കുട്ടി എന്നാൽ എന്ത് അല്ലെങ്കിൽ ചൈൽഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ എല്ലാവരും കുട്ടിയാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കുട്ടികളാണ്. കുട്ടി. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് എന്താണ് 2 ക്ലോസ് 4. 2 ക്ലോസ് 4 കൗണ്ടർ ഫെയ്റ്റ് എന്ന് പറയും. കൗണ്ടർ ഫെയ്റ്റ് അല്ലെങ്കിൽ കപടാനുകരണം നടത്തുക അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് വ്യാജൻ എന്ന് പറയും. കപടാനുകരണം നടത്തുക അല്ലെങ്കിൽ വ്യാജൻ എന്ന് പറയും. നോക്കാം എന്താണെന്ന്. ഒന്ന്, ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനോടുള്ള സാദൃശ്യം മുഖേന കബളിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അതുമൂലം കബളിപ്പിക്കൽ നടക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ സദൃശ്യമാക്കുന്ന ഒരാൾ കപടാനുകരണം നടത്തുന്നതായി പറയപ്പെടുന്നു. അതായത് ഒരു സാധനത്തിന് മറ്റൊരു സാധനവുമായി ബന്ധപ്പെട്ട
സാദൃശ്യ മുഖേന പറ്റിക്കുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഇപ്പോൾ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേര് പറഞ്ഞ് മറ്റൊരു അതേ സിമ്പൽ വെച്ചോ അതേ പേര് വെച്ചോ മറ്റൊരു വ്യാജമായിട്ടുള്ള കമ്പനി ഇറക്കി മറ്റൊരാൾക്കാരെ പറ്റിക്കുന്നതാണ് കപടാനുകരണം നടത്തുക അല്ലെങ്കിൽ വ്യാജൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്? രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ കോടതിയിൽ തെളിവായി ഹാജരാക്കപ്പെടുന്ന എല്ലാം രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന് പറയും. എന്താണ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്? നോക്കാം. രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്നാൽ ഏതൊരു കാര്യമാണോ ആ കാര്യത്തിൻ്റെ തെളിവായി, അതായത് ആ ഒരു കാര്യത്തിൻ്റെ തെളിവായി ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും സാധനം അല്ലെങ്കിൽ ഒരു കാര്യം തെളിവായി ഉപയോഗിക്കാവുന്നതോ ആയ, എന്തൊക്കെയാണ് തെളിവായി ഉപയോഗിക്കാവുന്നത്? അക്ഷരങ്ങളിലുള്ളതോ അക്കങ്ങളിലുള്ളതോ അടയാളങ്ങളോ വഴിയായി, അല്ലെങ്കിൽ അവയിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഏതെങ്കിലും പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തെ അർത്ഥമാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എന്താണ്? രേഖ എന്നാൽ കോടതിയിൽ ഇപ്പോൾ തെളിവായി ഹാജരാക്കാവുന്നതോ അല്ലെങ്കിൽ ഒന്നിന് മറ്റൊന്നുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലോ അക്ഷരങ്ങളിലുള്ളതാകാം, അക്കങ്ങളിലുള്ളതാകാം, അടയാളങ്ങളിലുള്ളതാകാം, അങ്ങനെ ഹാജരാക്കുന്ന ഏതൊരു വസ്തുവിനെയും എന്ത് പറയാം? രേഖ എന്ന് പറയാം. അത് കഴിഞ്ഞ് ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രമാണ്. അടുത്ത സംശ്രയം എന്നൊരു വാക്ക്. സംശ്രയം അല്ലെങ്കിൽ ഹാർബർ അല്ലെങ്കിൽ അഭയം നൽകുക. അഭയം നൽകുക എന്താണ് എന്ന വാക്കിൽ, ഇതാണ് നിയമപദം. സംശ്രയം എന്ന വാക്കിൽ ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ, ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ കൊടുക്കുന്നത് നല്ല കാര്യം അല്ലേ? പക്ഷെ ഇവിടെ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ, ഈ വെടിക്കോപ്പൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടത്? ആ കുറ്റവാളികൾക്കാണ് കൊടുക്കുന്നത് സഹായത്തിനായിട്ട്. വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഏതെങ്കിലും മാർഗമുഖേന അത് ഈ വകുപ്പിൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ള തരത്തിൽ തന്നെ ആയിട്ടുള്ളതായാലും ഒരാളെ സഹായിക്കുന്നതായാലും എന്താണ്? സംശ്രയം എന്ന് പറയും. സംശ്രയം അല്ലെങ്കിൽ ഹാർബർ എന്ന് പറഞ്ഞാൽ കുറ്റവാളിക്ക് എന്തെങ്കിലും നൽകി അഭയം കൊടുക്കുക, സഹായിക്കുക എന്ന വാക്കാണ്. മനസ്സിലായി കാണുമല്ലോ? അടുത്ത സെക്ഷൻ ക്ഷതി. നമുക്കറിയാം BNSൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ് ക്ഷതി അല്ലെങ്കിൽ ഇഞ്ചുറി. ക്ഷതി നമുക്കറിയാം. ക്ഷതി എന്ന് പറഞ്ഞാൽ പരിക്ക് അല്ലേ? നമുക്കറിയാം ഏതെങ്കിലും ആൾക്ക് കണ്ടോ, ഇത് വളരെ എളുപ്പമാണ്. ശരീരത്തിനാകാം മനസ്സിനാകാം അല്ലേ? അത്ര ഓർത്താൽ പോരെ. ശരീരത്തിനോ മനസ്സിനോ ഏൽക്കുന്ന ഹാനിയെ പറയുന്ന പേരാണ് ക്ഷതി. ശരീരത്തിനുമാകാം മനസ്സിനുമാകാം എന്ന് ഓർമ്മിക്കുക. അടുത്തത് എന്താണ് പബ്ലിക് സെർവൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെർവൻറ്റ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. പബ്ലിക് സെർവൻറ്റ് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനായി സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെയുമാണ് പബ്ലിക് സെർവൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും എന്ത് പറയാം? പബ്ലിക് സെർവൻറ്റ് എന്ന് പറയാം. നമുക്ക് നോക്കാം. ഒന്ന്, പബ്ലിക് സെർവൻറ്റ് എന്നാൽ ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്ന ഒരാളെ കുറിക്കുന്നു. അതായത് ഇന്ത്യയിലെ കരസേനയിലെയോ നാവികസേനയിലെയോ വ്യോമസേനയിലെയോ ഏതൊരു കമ്മീഷൻഡ് ഓഫീസറും, ഇന്ത്യയിലെ കരസേനയാകാം, നാവികസേനയാകാം, വ്യോമസേനയാകാം, ഇതിലുള്ള ഏതൊരു ഓഫീസർമാരാണ്? പബ്ലിക് സെർവൻ്റാണ്. അതുപോലെ തനിച്ചോ അല്ലെങ്കിൽ ആളുകളുടെ ഏതെങ്കിലും നികായത്തിലോ ഒരു അംഗമെന്ന നിലയിലോ ന്യായനിർണ്ണയം ചെയ്യുന്നതിലോ ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്ന ഏതെങ്കിലും നിയമം നടപ്പിലാക്കുന്ന വ്യക്തി. അപ്പോൾ ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പബ്ലിക് സെർവൻ്റാണ്. അത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ്? ഓരോ കാര്യമായിട്ട് എടുത്ത് പറയുന്നു. സൈനികൻ എന്ന് പറയുന്നു, പോലീസുകാരൻ എന്ന് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. കണ്ടോ? അടുത്ത നിയമ വസ്തുവോ നോക്കുന്ന അതിൻ്റെ രേഖ തയ്യാറാക്കുന്ന ആളാകാം. ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിന് വേണ്ടി ഏതെങ്കിലും വസ്തു എടുക്കുന്ന വ്യക്തിയാകാം. എടുക്കുന്ന വെച്ചാൽ ഈ രജിസ്ട്രാറൊക്കെ പോലത്തെ വ്യക്തികൾ. ഏതെങ്കിലും ഗ്രാമത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ ജില്ലയുടെയോ മതേതരത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഏതെങ്കിലും വസ്തു എടുക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പോയിൻ്റായിട്ട് നിങ്ങൾ നോക്കണ്ട. അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ, ഇതാണ് 2 പബ്ലിക് സെർവൻറ്റ്. ഇനി ഇതിനകത്ത് കാണിക്കാത്ത ഒരു സെക്ഷൻ കൂടെയുണ്ട്, 3 5.
3 Clause 5 എന്ന സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഒരു കൂട്ടം ആൾക്കാർ ഒരു കുറ്റകൃത്യത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുത്താൽ അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്നത് എങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ആ കുറ്റത്തിന് അർഹരാണ്, ശിക്ഷയ്ക്ക് അർഹരാണെന്ന് അറിയുക. അപ്പോൾ ഇതാണ് 3 Clause 5 പറയുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതാണ് ഡെഫിനിഷൻസ്. ക്ലിയർ ആണോ? 2 Clause 3 പറഞ്ഞു കുട്ടി, 2 Clause 4 പറഞ്ഞു, 2 Clause 8, 13, 14, 28, 3 Clause 5 ഇത്രയും നമ്മൾ ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 2 പ്രധാനമായിട്ടും 4ഓളം മൊഡ്യൂൾ, 6 മൊഡ്യൂളുണ്ടെങ്കിലും 4 മൊഡ്യൂളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? അതിൽ മൊഡ്യൂൾ പഠിക്കും മുമ്പ് ശിക്ഷകളെക്കുറിച്ച് കൂടെ നോക്കിയിട്ട് വരാം. എന്താ ശിക്ഷകൾ പ്രധാനമായും എത്ര വിധമുണ്ട്, ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ശിക്ഷകൾ ഈ സംഹിതയിലെ വ്യവസ്ഥകൾക്ക് കീഴിൽ ഏത് ശിക്ഷകൾക്കാണോ കുറ്റക്കാർ അർഹരാകുന്നത് ആ ശിക്ഷകൾ ഏതൊക്കെ നോക്കാം. കുറ്റക്കാർക്ക് കൊടുക്കുന്നതാണല്ലോ ശിക്ഷകൾ അല്ലേ? അതിൽ പ്രധാനമായിട്ടുള്ള ശിക്ഷകൾ നമുക്ക് നോക്കാം. ഒന്ന് മരണശിക്ഷ. ഒന്നെന്താണ്? മരണശിക്ഷ. 2 ജീവപര്യന്ത തടവ്. ജീവപര്യന്ത തടവ്. 3 തടവ്. അത് 2 തരത്തിലുണ്ട്. അപ്പം മരണശിക്ഷ, ജീവപര്യന്ത തടവ്. പിന്നെ തടവ് 2 തരമാണ്, കഠിന തടവും സാധാ തടവുമാണ്. അപ്പോൾ കഠിന തടവിന് നമുക്കറിയാം വെറും തടവുണ്ട്, കഠിന തടവ് എന്തുണ്ട്? ഹാർഡ് ലേബർ അല്ലെ, കടുപ്പമുള്ള ജോലിയോട് കൂടിയ തടവാണ് കഠിന തടവ് എന്നറിയുക. അതുപോലെ വസ്തു കണ്ടുകെട്ടൽ ഒരു ശിക്ഷയാണ്. അതുപോലെ പിഴ ഒരു ശിക്ഷയാണ്. അതുപോലെ സാമൂഹ്യ സേവനം പുതുതായിട്ട് കൊണ്ടുവന്നതാണ് സാമൂഹ്യ സേവനം. ഇത്രയും ആണ് ശിക്ഷകൾ. മരണശിക്ഷ, ജീവപര്യന്തം, തടവ്, വസ്തു കണ്ടുകെട്ടൽ, പിഴ, സാമൂഹ്യ സേവനം. ഇത്രയുമാണ് ശിക്ഷകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഏകാന്ത തടവ്. അതിനകത്ത് തന്നെ ഏകാന്ത തടവ് എന്താണ് നമുക്ക് നോക്കാം. ഈ സംഹിതയ്ക്ക് കീഴിൽ കോടതിക്ക് ഏതെങ്കിലും ആളെ കഠിന തടവിന് ശിക്ഷിക്കുവാൻ അധികാരമുള്ള ഒരു കുറ്റത്തിന് അയാളുടെ പേരിൽ കുറ്റം സ്ഥാപിക്കപ്പെടുമ്പോഴെല്ലാം കോടതിക്ക് അതിൻ്റെ ശിക്ഷാവിധിയാൽ അയാൾക്ക് ശിക്ഷയായി വിധിച്ചിട്ടുള്ള തടവിൻ്റെ ഏതെങ്കിലും ഭാഗം. അപ്പോൾ ഏതെങ്കിലും വ്യക്തിക്ക് കഠിന തടവ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഏകാന്ത തടവ്. അപ്പം കഠിന തടവിന് കൊടുക്കുന്നതാണ് ഏകാന്ത തടവ് എന്നറിയുക. ഈ ഏകാന്ത തടവ് എത്ര ദിവസം എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. നോക്കാം. ഇവിടെ കണ്ടോ, ഏതെങ്കിലും വ്യക്തിക്ക് കോടതി കഠിന തടവ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ആകെ 3 മാസത്തിൽ കവിയാതെ താഴെ പറയുന്ന തോതിലായിരിക്കണം. മാക്സിമം 3 മാസമാണ് ഒരാൾക്ക് ഏകാന്ത തടവ് കൊടുക്കാവുന്ന കാലാവധി. അപ്പോൾ കഠിന തടവുള്ള വ്യക്തികൾക്കാണ് ഏകാന്ത തടവ് കൊടുക്കുന്നത്. അത് ഒരു വ്യക്തിക്ക് പരമാവധി 3 മാസം വരെ ഘട്ടം ഘട്ടമായി കൊടുക്കാം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. തടവിൻ്റെ കാലാവധി 6 മാസത്തിൽ കവിയുന്നില്ലെങ്കിൽ 1 മാസത്തിൽ കവിയാത്ത കാലത്തേക്ക്, തടവിൻ്റെ കാലാവധി 6 മാസത്തിൽ കവിയുന്നില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം 6 മാസം വരെയുള്ള കഠിന തടവ് കിട്ടുന്ന വ്യക്തിക്ക് 1 മാസം വരെ ഏകാന്ത തടവ് ഒറ്റയ്ക്ക് പറപ്പിക്കാം. അവൻ ഏകാന്ത തടവ്. അതുപോലെ തടവിൻ്റെ കാലാവധി 6 മാസത്തിൽ കവിയുകയും 1 വർഷത്തിൽ കവിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇനി 6 മാസം മുതൽ 1 വർഷം വരെ, 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ എത്രയാണ്? 6 മാസം പറഞ്ഞു എല്ലാവരും. അവിടെയാണെങ്കിൽ 2 മാസം. ഇനി തടവിൻ്റെ കാലാവധി 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ, കണ്ടോ, തടവിൻ്റെ കാലാവധി 1 വർഷത്തിൽ കവിയുന്നുവെങ്കിൽ 3 മാസത്തിൽ കവിയാതെ കാലത്തേക്ക് എന്ത് കിട്ടാം? ഈ കഠിന തടവ് കിട്ടാം. അപ്പോൾ 6 മാസമാണെങ്കിൽ 1 മാസം കിട്ടും. 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിലാണെങ്കിൽ 2 മാസം കിട്ടും. 1 വർഷത്തിന് മുകളിലാണെങ്കിൽ 3 മാസം കിട്ടും. ഇതാണ് ഏകാന്ത തടവിൻ്റെ കാലാവധി. ഇനി നമുക്ക് അടുത്ത ഏകാന്ത തടവ് എങ്ങനെ കൊടുക്കും നോക്കാം. 12 ഏകാന്ത തടവിൻ്റെ പരിധി എങ്ങനെയാണ്? ഏകാന്ത തടവിൻ്റെ പരിധി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏകാന്ത തടവിനുള്ള ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ, ഇനി ഒരാളെ ഒറ്റയ്ക്ക് പാർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള തടവ് യാതൊരു സംഗതിയിലും ഒരിക്കൽ 14 ദിവസത്തിൽ കവിയാതിരിക്കുകയും, ഒരിക്കൽ 14 ദിവസം കവിയരുതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3 മാസം കൊടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഫുൾ 3 മാസം അയാളെ ഏകാന്ത തടവിലിടാതെ 14 ദിവസമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇടുക. 14 ദിവസം കവിയാതിരിക്കുകയും ഏകാന്ത തടവിൻ്റെ കാലാവധികൾക്കിടയിൽ അങ്ങനെയുള്ള കാലാവധികളിൽ കുറയാത്ത ഇടവേളകൾ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പം 3 മാസം തന്നെ ഒരുമിച്ചിട്ടുണ്ട, 14 ദിവസം കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയാൽ മതി എന്നാണ് പറയുന്നത്.
അതുപോലെ കൂടാതെ ശിക്ഷയായി നൽകപ്പെട്ടുള്ള തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ ആ മുഴുവൻ തടവിൽ ഏകാന്ത തടവ് 1 മാസത്തിലും 7 ദിവസത്തിൽ ഉണ്ടോ. ഇനി ആകെ തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ ആ മുഴുവൻ തടവിൽ ഏകാന്ത തടവ് 1 മാസത്തിലും, ഇപ്പോൾ 1 മാസത്തിലും 7 ദിവസത്തിൽ കവിയാതിരിക്കുകയും ഏകാന്ത തടവിൻ്റെ കാലാവധികൾക്കിടയിൽ അങ്ങനെയുള്ള കാലാവധികളിൽ കുറയാത്ത ഇടവേളകൾ ഉണ്ടായിരിക്കുകയും ചെയ്യണം. കണ്ടോ, ഇവിടെ ശിക്ഷയെ നൽകപ്പെട്ടുള്ള തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ അല്ലേ, 3 മാസത്തിൽ കവിയുമ്പോൾ എന്ത് ചെയ്യണം? ആ മുഴുവൻ തടവിൽ ഏകാന്ത തടവ് എത്രയാണ്? 1 മാസത്തിലും 7 ദിവസത്തിൽ കവിയാതിരിക്കുക. 1 മാസമൊക്കെ ആണെങ്കിൽ എത്രയാണ്? 7 ദിവസമാണ്. 1 മാസത്തിൽ കടിഞ്ഞ തടവുള്ള വ്യക്തിക്ക് 7 ദിവസം വരെ ഒറ്റ സ്ട്രെച്ചിന് പാടുള്ളൂ. ഒറ്റ സ്ട്രെച്ചിന് 7 ദിവസം വരെ. ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ അതാണ് നമ്മളെ കടിഞ്ഞ തടവ്, ഏകാന്ത തടവിൻ്റെ കാര്യങ്ങൾ. ഇനി ചാപ്റ്ററിലേക്ക് വരുന്നു. ചാപ്റ്റർ 3 ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ സാമാന്യമായ അപവാദങ്ങൾ. പൊതുവായ ഒഴിവാക്കലുകൾ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയെന്നാണ്. ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുന്ന കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ശിക്ഷകളിൽ ഇല്ലാത്തത്? ഒരു കുറ്റം ചെയ്താൽ ശിക്ഷയില്ലാതിരിക്കും, ശിക്ഷ ഉണ്ടായിരിക്കും, പക്ഷേ ശിക്ഷയില്ലാത്ത കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ 14 നിയമത്താൽ ചെയ്യുവാൻ, അതായത് 14 മുതൽ 44 വരെയുള്ള സെക്ഷനുകളാണ് ഇതിൽ പറയുന്നത്. അതിൽ 14 എന്താണ്? നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനോ അല്ലെങ്കിൽ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് മൂലം ചെയ്യുവാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്നവനോ ആയ ഒരാൾ ചെയ്യുന്ന കൃത്യം. ഇനി നിയമത്താൽ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞാൽ അയാൾ നിയമത്തിൻ്റെ കീഴിൽ അയാൾ ആ ജോലി ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ അയാൾ ആ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് കാരണമാണ് ചെയ്തത്, അതായത് മനഃപൂർവ്വമല്ല, ആ ഉദ്ദേശത്തിലല്ല അയാൾ ചെയ്തതെന്നറിയുക. അപ്പം നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് മൂലം ചെയ്യുവേണ്ടി വന്നു എങ്കിൽ അതിന് ശിക്ഷ കിട്ടില്ല. ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കേണ്ട, ഒരാൾ ഏതൊന്ന് ചെയ്യുന്നതിനാണോ നിയമത്താൽ ബാധ്യസ്ഥനാവുകയോ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് അല്ലാതെ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് മൂലം ചെയ്യുവാൻ നിയമത്താൽ താൻ ബാധ്യസ്ഥനാണെന്ന് ഉത്തമ വിശ്വാസപൂർവ്വം വിശ്വസിക്കുക. നിയമത്താൽ അയാൾ തൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അത് കുറ്റമല്ല. ഇനി അതിൽ തന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കാരണമാണ് ചെയ്തു പോയതെങ്കിലും അത് കുറ്റമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. അതിനകത്ത് ഒരു സൈനികനായ എക്സ്, കുറേ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ എക്സാമ്പിൾസും നോക്കേണ്ട കാര്യമില്ല, 1-2 എക്സാമ്പിൾ മനസ്സിലാവും. ഒരു സൈനികനായ എക്സ് തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പ്രകാരം നിയമശാസനങ്ങൾക്ക് നിയമത്തിന് വിധേയമായി അനുസൃതമായി ഒരാൾക്കൂട്ടത്തിൻ്റെ നേരെ വെടിവെക്കുന്നു. അത് ആ എ ആണ് ഇവിടെ. എ അല്ലെങ്കിൽ ആ എക്സ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഒരു നിയമത്താൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അല്ലേ, ഇവിടെ എക്സ് ആണ് വരുന്നത് കേട്ടോ, എക്സ്. അപ്പം നിയമത്താൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, പക്ഷേ ചെയ്തുകൊണ്ട് അവിടെ തൻ്റെ മേലുദ്യോഗസ്ഥനാണ് പറഞ്ഞത് എന്താണ്? ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുവാൻ. ഇയാൾ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുകയാണ്. വെടിവെച്ചപ്പോൾ ആരെങ്കിലും മരിച്ചാലും ഇയാൾ കുറ്റക്കാരനല്ല. കാരണം എന്താണ്? ഇയാൾ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശമാണ് അനുസരിച്ചത്. അതുപോലെ ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനായ എക്സ് ഒയ്യെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതിയാൽ ആജ്ഞാപിക്കപ്പെട്ടിട്ട് മുറപ്രകാരമുള്ള അന്വേഷണത്തിന് ശേഷം CA ഒയ് ആണെന്ന് വിശ്വസിച്ച് അറസ്റ്റ് ചെയ്യുന്നു. എക്സ് യാതൊരു കുറ്റം, അതായത് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ കോടതി പറയുകയാണ് ഇന്ന ആളിനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. ആ പേര് ചിലപ്പോൾ ഒരേ പേരായിരിക്കും, ഇയാൾ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് വേറൊരാളായിരിക്കും, മാറിപ്പോയതാണ്, അതും ശിക്ഷാർഹനല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 15 ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജിയുടെ കൃത്യം. ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജിയുടെ കൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കോടതിയിലിരിക്കുകയാണ്, ഒരു ജഡ്ജ്. ആ ജഡ്ജ് അയാൾ ജുഡീഷ്യലായി പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ് അവിടെ പറയുന്നത്? കണ്ടോ, ഒരു ജഡ്ജി നിയമത്താൽ തനിക്ക് ദത്തമായിട്ടുള്ളതാണെന്ന്. അപ്പോൾ ആ ജഡ്ജി പറയുകയാണ് ഇന്ന ആൾക്ക് ശിക്ഷ വിധിക്കണം, ഇന്ന ആൾക്ക് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു, ഇന്ന ആളിനെ തൂക്കിക്കൊല്ലൂ, ഇന്ന ആളിനെ കടിഞ്ഞ തടവ് കൊടുക്കൂ എന്ന് വിധിക്കുകയാണ്. വിധിക്കുന്നത് ഒരു കുറ്റമല്ല, കാരണം ഈ വിധി കാരണമാണല്ലോ അയാൾ മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജി കുറ്റക്കാരനല്ല എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 16 കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്ന കൃത്യം. കോടതിയുടെ വിധിന്യായമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോടതി പറയുകയാണ്, ഒരു ആരാച്ചാറിനോട് പറയുകയാണ് ഇന്ന ആളിനെ തൂക്കാൻ വിധിച്ചിരിക്കുന്നു, നിങ്ങളത് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാച്ചാരായിരിക്കുമല്ലോ കൊല്ലുന്നത്.
അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പോലീസിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. അത് നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ചെയ്യുന്ന ആൾ കുറ്റക്കാരനല്ല, അല്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരു കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിധിന്യായത്താലാണോ ഉത്തരവിനാലാണോ നീതീകരിക്കപ്പെടുന്നതായോ ആയ യാതൊന്നും ഇത് സെൻറ്റൻസ് കണ്ട് പേടിക്കണ്ട. ഇതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു കോടതി പറയുന്നത് ചെയ്യുന്ന വ്യക്തി കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. ഓർമ്മിക്കാമോ? ഓക്കെ. ഇനി 17. ഏതൊരാൾ ചെയ്യുന്നതാണോ നിയമത്താൽ ന്യായീകരിക്കപ്പെടുകയോ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് മൂലം ന്യായീകരിക്കപ്പെട്ടതാണെന്ന് അയാൾ വിശ്വസിക്കുകയോ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾ ചെയ്യുന്ന കൃത്യവും കുറ്റകരമല്ല എന്നാണ് ഈ സെഷനിൽ പറയുന്നത്. അതായത് ഒരാൾ ഏതൊന്ന് ചെയ്യുന്നതാണോ നിയമത്താൽ ന്യായീകരിക്കപ്പെടും. കാരണം അയാൾ ചെയ്തത് കുറ്റമല്ല എന്ന് നിയമം കൊണ്ട് ന്യായീകരിക്കപ്പെടാം. പക്ഷേ അയാൾ ചെയ്യുന്നത് വസ്തുതയുടെ തെറ്റ് കാരണമാണ് ചെയ്തു പോയത് എങ്കിൽ അയാൾ ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ്? എക്സാമ്പിൾ നോക്കാം. കൊലപാതകമാണെന്ന് എക്സിന് തോന്നുന്ന ഒരു കൃത്യം നമ്മൾ നടന്നു പോയ സമയത്ത് വഴിയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. അടുത്തൊരാൾ ഇരിക്കുന്നു, അയാളെ രക്ഷിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ കണ്ണിൽ തോന്നുന്നു അയാളെ കൊല്ലാൻ നോക്കുകയാണ്. അയാൾ രക്ഷിക്കാനാണ് നോക്കുന്നത്. നിങ്ങളുടെ കണ്ണിൽ തോന്നുന്നു അയാൾ മറ്റൊരാളെ കൊല്ലാൻ നോക്കുകയാണ്. ആ കൊല്ലാൻ നോക്കുന്ന തോന്നൽ വരുമ്പോൾ നിങ്ങൾ കോടതിയിൽ പോയി അയാൾക്കെതിരെ എന്ത് കൊടുക്കും? സാക്ഷി പറയും, കള്ളസാക്ഷി പറയും, അറിയാതെ കള്ളസാക്ഷി പറയും. അല്ലെ, നമ്മുടെ കണ്ണിൽ തോന്നി ഇതാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. പക്ഷേ അയാൾ കുറ്റക്കാരനല്ല, നമ്മളും കുറ്റക്കാരല്ല. നമ്മൾ പറയുന്നത് നമ്മളറിയാതെ കള്ളസാക്ഷിയാണ്. അല്ലേ, നമ്മൾ പറയുന്നത് അയാൾ തന്നെയാണ് ആ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിച്ചത്, കൊല്ലുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ കണ്ടത് കൊന്നതല്ല, രക്ഷിക്കാൻ ശ്രമിച്ചതാണ് കണ്ടത്. പക്ഷെ നമ്മുടെ കണ്ണിൽ അത് കൊന്നതായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരല്ല. മനസ്സിലായി കാണുമല്ലോ. ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിച്ച് നന്നായിട്ട് വായിക്കുക. ഓക്കെ, അടുത്ത മോഡ്യൂളുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.